അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ തെരഞ്ഞെടുപ്പിൽ ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ ഭിന്നാഭിപ്രായം. ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ തെറ്റില്ല എന്ന് നടിമാരായ അൻസിബയും സരയുവും പറഞ്ഞപ്പോൾ ആരോപണ വിധേയരായവർ മാറി നിൽക്കുന്നതാണ് മര്യാദയെന്ന് നടന്മാരായ ആസിഫ് അലിയും അനൂപ് ചന്ദ്രനും നിലപാട് വ്യക്തമാക്കി. മത്സരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ മത്സരിക്കാൻ എനിക്ക് താല്പര്യമില്ല. കാര്യം അത്രയും വലിയ അമ്മ പോലെ ഒരു സംഘടനയുടെ നേതൃത്വത്തിലേക്ക് വരാനുള്ളൊരു ധൈര്യം എനിക്കില്ല. കാര്യം എൻ്റെ സ്വഭാവത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ എനിക്കറിയാം. അങ്ങനെ ഒരു നേതൃത്വ പാഠവുമുള്ള ആളൊന്നും അല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും അമ്മ എന്ന് പറഞ്ഞൊരു അസോസിയേഷൻ്റെ ആവശ്യം എന്താണെന്നും പ്രത്യേകിച്ച് അമ്മയുടെ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് അമ്മ ചെയ്യുന്നത് എന്താണെന്നും ഒക്കെ ഈ കഴിഞ്ഞ 10-14 വർഷമായിട്ട് കൂടെ നിന്ന് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഘടനയ്ക്ക് നല്ലത് വരുന്ന രീതിയിലുള്ള ആളുകൾ തന്നെ മുന്നോട്ട് വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ആരോപണ വിധേയരായി മത്സരിക്കാതിരിക്കുക എന്നുള്ളത് അവരുടെ ഒരു മര്യാദയാണ്. ഇതൊരു സന്നദ്ധ സംഘടനയാണ്, ഇതൊരു ചാരിറ്റി സംഘടനയാണ്. ആ സംഘടന മാഹാത്മ്യം മനസ്സിലാക്കിക്കൊണ്ട് അത്തരം മൂല്യമുള്ള ആൾക്കാർ തന്നെ ഈ സ്ഥാനത്തേക്ക് വരിക എന്നുള്ളതാണ് ഈ സംഘടനയുടെ ഈ പ്രധാനപ്പെട്ട അംഗങ്ങളെല്ലാവരും ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ്. ആരോപണ വിധേയരും ക്രിമിനൽസും ഒക്കെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ എല്ലാവരെയും വെളിയിൽ കളഞ്ഞ് ഇത് ശുദ്ധമാക്കി ഒരു നല്ല അമ്മയാക്കി, ഒരു സമൂഹത്തിൻ്റെ അമ്മയാക്കി ഇതിനെ മാറ്റേണ്ട ഉത്തരവാദിത്വം മുഴുവൻ അമ്മ അംഗങ്ങൾക്കും ഉള്ളതാണ്. എന്തായാലും 74 പത്രികകളാണ് ഇപ്പോൾ ആകെ ലഭിച്ചത്. അധ്യക്ഷ സ്ഥാനത്തേക്ക് ജഗദീഷും ശ്വേതാ മേനോനും നാമനിർദ്ദേശ പത്രിക നൽകിയിട്ടുണ്ട്. പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി സ്ഥാനങ്ങളിലേക്ക് ജോയ് മാത്യുവും വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജയൻ ചേർത്തലയും പത്രിക നൽകിയിരുന്നു. അതിൽ ജോയ് മാത്യുവിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള പത്രിക തള്ളി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. അമ്മ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പുതിയ വാർത്തകൾ വരുന്നു. അതിൽ ഏറ്റവും ഒടുവിൽ ഈ ജോയ് മാത്യുവിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളി എന്നുള്ളതാണ്. പേരിലെ പ്രശ്നമാണ് അതിൽ പ്രതിസന്ധിയായത്, അല്ലെങ്കിൽ അത് തള്ളാനുള്ള കാരണം എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇപ്പോൾ ഈ അമ്മയ്ക്കുള്ളിൽ നിന്ന് വരുന്ന ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് ശക്തമായൊരു മത്സരം ഉണ്ടാകും എന്നാണ്. പല അഭിപ്രായങ്ങൾ വരുന്നു. അതുകൊണ്ട് തന്നെ മത്സരം കടുക്കും എന്നാണോ കരുതേണ്ടത്? പ്രജിൻ, 31 വർഷത്തെ അമ്മ സംഘടന ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്രയധികം പേർ മത്സരരംഗത്തുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന തുടരുകയാണ്. 74 നാമനിർദ്ദേശ പത്രികകളാണ് നിലവിൽ ഇപ്പോൾ സമർപ്പിച്ചിട്ടുള്ളത്. അതിനകത്ത് ഏറ്റവും പുതിയ വിവരം അനുസരിച്ച് ജോയ് മാത്യു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. അദ്ദേഹത്തെ രാവിലെ നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കും ഒപ്പം തന്നെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് 2 സ്ഥാനത്തിലേക്കും അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു. ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള നാമനിർദ്ദേശ പത്രിക തള്ളിയിരിക്കുന്നുവെന്നാണ് ലഭ്യമാകുന്ന വിവരം. അതിൽ തന്നെ പേരുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക തള്ളാനുള്ള കാര്യമെന്നാണ് അമ്മയിൽ നിന്നുള്ള വിവരം ലഭിക്കുന്നത്. ഒപ്പം തന്നെ നാമനിർദ്ദേശ പത്രിക 4 ഡസനിലധികം നാമനിർദ്ദേശ പത്രികകൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. സ്ത്രീകളടക്കം ഉള്ള ആളുകൾ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട്. വനിതാ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ എത്തുന്നു. ഒപ്പം അങ്ങനെയാണെങ്കിൽ ജഗദീഷും ശ്വേതാ മേനോനും തമ്മിലുള്ള മത്സരമായിരിക്കും നടക്കുക എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ജഗദീഷ് മറുചേരിയിലായിരുന്നു ഒരു ദിവസങ്ങളായിട്ടുണ്ടായിരുന്നത്. അങ്ങനെയെങ്കിൽ ജഗദീഷും ഒപ്പം തന്നെ ശ്വേതാ മേനോനും തമ്മിലുള്ള മത്സരമാണ് ഏറ്റവും കടുക്കുന്ന എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മത്സരരംഗം ചൂടുപിടിക്കുന്നു. ഒപ്പം തന്നെ 506 അംഗ അമ്മ തെരഞ്ഞെടുപ്പിനകത്ത് ഏറ്റവും കൂടുതലായിട്ടുള്ളത് ആരോപണ വിധേയരായവർ മത്സരിക്കുന്നതിൽ ഭിന്നാഭിപ്രായം ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണം എന്നത് സരയുവിന്റെയും അൻസിബയുടെയുമാണ്. ആരോപണ വിധേയർ മത്സരിക്കുന്നത് എന്ത് പ്രശ്നമാണെന്നാണ് അൻസിബയും സരയും വ്യക്തമാക്കിയത്. ഒപ്പം തന്നെ അനൂപ് ചന്ദ്രൻ പറഞ്ഞത് ഇപ്രകാരമാണ്. ആരോപണ വിധേയർ ഭിന്നാഭിപ്രായങ്ങൾ അമ്മയ്ക്കുള്ളിൽ ഉണ്ട് എന്നാണ് YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ